നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വൻ വിജയത്തിന് പിന്നാലെ കേരളത്തിൽ പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള നടപടികളിലേക്ക് കടന്ന UDF മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി AICC നേതാക്കൾ MLA-മാരുടെ അഭിപ്രായം തേടും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM-ലും CPI-ലും ഉൾപാർട്ടി ചലനങ്ങൾ. തൃശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം തിരിച്ചടിയായെന്ന് CPI-യിൽ വിമർശനം. പരാജയം വിലയിരുത്താൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. ജില്ലയിൽ മുന്നണികൾക്ക് ലഭിച്ച വോട്ടിംഗ് ശതമാനത്തിൽ LDF-നൊപ്പം പിടിച്ച് UDF. സീറ്റുകളുടെ എണ്ണത്തിൽ മുന്നേറാൻ കഴിയാത്തതിൽ UDF-ൽ നിരാശ. ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ടും മണലൂരിൽ വിവാദങ്ങൾ കനക്കുന്നു. കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയ TN പ്രതാപൻ അപരൻ പിടിച്ച 184 വോട്ടുകളും ഫലത്തെ സ്വാധീനിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. മച്ചാട് ഗോപാലൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആന തെങ്ങ് മറിച്ചിട്ടു. സംസ്ഥാനത്തെ ഹോട്ടലുകൾ നാളെ അടച്ചിടും. LPG വിലവർദ്ധനവിൽ പ്രതിഷേധിച്ചാണ് ഹോട്ടലുകൾ അടച്ചിടുന്നത്. നാളെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി AG's ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തും. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചലച്ചിത്ര നടൻ സന്തോഷ് K. നായർ അന്തരിച്ചു. വിടവാങ്ങിയത് വില്ലൻ വേഷങ്ങളിൽ ശ്രദ്ധേയനായ നടൻ. കേരള രാഷ്ട്രീയത്തിന്റെ വർഗപരമായ ഉള്ളടക്കത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കുന്ന ജനവിധിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. എല്ലാ വർഗീയതയും ഉപയോഗപ്പെടുത്തിയാണ് കോൺഗ്രസ് വിജയം നേടിയത്. ഇടതുപക്ഷ വിരുദ്ധമായി എല്ലാ സ്ഥാപിത താൽപര്യങ്ങളും പ്രവർത്തിച്ചുവെന്നും A. വിജയരാഘവൻ. തൃശൂരിൽ BJP-യെ തളച്ചെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. മോദി ഉൾപ്പെടെ 46 VIP-കൾ തൃശൂരിൽ വന്നിട്ടും BJP തറപറ്റി. സുരേഷ് ഗോപി ജയിച്ച സ്ഥലത്താണ് കോൺഗ്രസ് മിന്നിച്ചതെന്നും ജോസഫ് ടാജറ്റ്. ഒല്ലൂരിലെ പരാജയത്തെക്കുറിച്ച് പഠിക്കുമെന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന ഷാജി കോടങ്കണ്ടത്ത്. നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ KPCC തലത്തിൽ അന്വേഷണം നടത്തുമെന്നും ഷാജി കോടങ്കണ്ടത്ത്. CPM-ന്റെ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനുമുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പിൽ ജനം നൽകിയതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും നിയുക്ത കൊടുങ്ങല്ലൂർ MLA-യുമായ OJ ജനീഷ്. മന്ത്രിസഭയിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യമുണ്ടാകുമെന്നും ജനീഷ്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ 7ാം ഉത്സവം ആഘോഷിച്ചു. വലിയ വിളക്ക് നാളെ ആഘോഷിക്കും. വെള്ളിയാഴ്ച കൂടപ്പുഴ ആറാട്ടുകടവിൽ നടക്കുന്ന ആറാട്ടോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. UDF പ്രവർത്തകർ കൊടകരയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ MK ഷൈൻ, സദാശിവൻ കുറുവത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 12-നാണ് ഊട്ടുതിരുനാൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിൽ വിജയിച്ചതിൽ NDA-യുടെ നേതൃത്വത്തിൽ കൊടകരയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, BJP നോർത്ത് കമ്മിറ്റി പ്രസിഡന്റ് OB ബിബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോടാലി കടമ്പോട് ആനന്ദ കലാസമിതി വായനശാല ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ വായന കളരി സംഘടിപ്പിച്ചു. കവി പ്രകാശൻ ഇഞ്ചക്കുണ്ട് ഉദ്ഘാടനം ചെയ്തു. തൃത്തല്ലൂർ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ ചേലോട് പാലത്തിനടുത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി പോകുന്നു. കരാറുകാരൻ JCB കൊണ്ട് റോഡ് പൊളിച്ചതാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി പോകാനിടയാക്കിയത്. പോലീസിന്റെ അടിയന്തര പ്രതികരണ സംവിധാനത്തിന്റെ സേവനം ദുരുപയോഗം ചെയ്ത കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം പത്താങ്കൽ സ്വദേശി പണിക്കവീട്ടിൽ ഷാഹിദാണ് അറസ്റ്റിലായത്. V. മാധവിക്കുട്ടി രചിച്ച ഓർമ്മചിത്രങ്ങൾ എന്ന പുസ്തകം തൃശൂരിൽ പ്രകാശനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെയും ചെറൂർ സാഹിതി സാംസ്കാരിക കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സാഹിത്യകാരന്മാരായ അശോകൻ ചെരുവിൽ, MT രത്നമ്മ തുടങ്ങിയവർ ചേർന്ന് പുസ്തകം വായനക്കാർക്ക് സമർപ്പിച്ചു. വധശ്രമ കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എടവിലങ്ങ് സ്വദേശി മഞ്ഞോളി വീട്ടിൽ ജ്യോതിഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.